വിശദമായ വാർത്തയിലേക്ക്. എറണാകുളം പനമ്പിള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചെന്ന യുവതിയുടെ മൊഴി. കുഞ്ഞ് കരഞ്ഞാൽ പുറത്തു കേൾക്കാതിരിക്കാൻ വായിൽ തുണി തിരുകി. 8 മണിയോടെ അമ്മ വാതിൽ മുട്ടിയപ്പോൾ പരിഭ്രാന്തിയിലായി യുവതി കയ്യിൽ കിട്ടിയ കവറിൽ കുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് ഇടുകയായിരുന്നു. പേടിയിൽ ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞെന്നും യുവതി മൊഴി നൽകി. വിവരങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, ഈ കുട്ടിയുടെ മൊഴി പുറത്തുവരുമ്പോൾ, യുവതിയുടെ മൊഴി പുറത്തുവരുമ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു. പോലീസ് പറയുന്നതനുസരിച്ച് ഇത് അതിജീവിത തന്നെയാണ് ഈ കുട്ടി എന്ന രീതിയിൽ തന്നെയാണോ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? എന്താണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? അശ്വതി, യുവതിയുടെ മൊഴി പുറത്തു വരുന്ന അവർ ചെയ്ത കൃത്യങ്ങൾ അത് വളരെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം ഒരു പരിഭ്രാന്തിയിലാണ് ഇതെല്ലാം ചെയ്തതെന്ന് അവർ പറയുമ്പോൾ പോലും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു മനസാക്ഷി ഞെട്ടിക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. കുഞ്ഞിനെ ഇല്ലാതാക്കിയിരിക്കുന്നത്. യുവതി പുലർച്ചെയോടുകൂടി 5 മണിയോടുകൂടിയാണ് ആ പ്രസവം ഉണ്ടാകുന്നത്. ഇതിനുശേഷം 8 മണിയോടുകൂടിയാണ് ഈ കുട്ടിയെ ശ്വാസം മുട്ടിക്കുന്നു. ഒപ്പം തന്നെ പുറത്തേക്ക് ഈ കരച്ചിൽ വരാതിരിക്കാൻ വായിൽ തുണി തിരികിയതായി അവർ പറയുന്നു. അതിനുശേഷം ഈ കുഞ്ഞിനെ അവർ പുറത്ത് കയ്യിൽ കിട്ടിയ കവറ് അതിനകത്തേക്ക് ആക്കിക്കൊണ്ട് പുറത്തേക്ക് എറിയുന്നു എന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ പലതവണ ഗർഭം അലസിപ്പിക്കുന്നത് സംബന്ധിച്ച ഇവർ ആലോചിച്ചിട്ടുള്ളതായി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഈ സമൂഹ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഇതിൽ പരതി നോക്കിയതായിട്ട് അവർ പറയുന്നു. ഒപ്പം ഈ കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അതിന് പൊക്കിൾ കൊടി വേർപ്പെടുത്തുന്ന എങ്ങനെ എന്നതെല്ലാം സംബന്ധിച്ച് ഇവർ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവർ ഈ ഇൻ്റർനെറ്റിലും മറ്റും നോക്കിയിട്ടുണ്ട്. അതെല്ലാം പോലീസിന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നടത്തി അവർ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നതെന്ന് പറയുന്നു. പെട്ടെന്ന് അമ്മ കതകിൽ മുട്ടുമ്പോൾ പരിഭ്രാന്തി കലർന്നപ്പോഴാണ് പെട്ടെന്ന് ഇതെല്ലാം തന്നെ സംഭവിച്ചത് എന്നാണ്, കുഞ്ഞിനെ ഇല്ലാതാക്കി പുറത്തേക്ക് എറിഞ്ഞത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇവരുടെ മൊഴി പ്രകാരം തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഒപ്പം തന്നെയും വീട്ടുകാർക്ക് ഇത് സംബന്ധിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ പോലീസ് എത്തി അന്വേഷണം നടത്തുമ്പോൾ പോലീസ് ഫ്ളാറ്റിലേക്ക് എത്തുകയും എല്ലാ ഫ്ളാറ്റുകളിലും പോലീസ് ഇന്നലെ അതിനകത്തുള്ള ആ കെട്ടിടത്തിലെ എല്ലാ മുറികളിലേക്കും പോലീസ് പരിശോധന എത്തിയിരുന്നു. ആ സമയത്താണ് ഇവരുടെ വീട്ടിലേക്കും എത്തുന്നത്. പക്ഷേ സ്വാഭാവികമായി ഒന്നുമില്ല എന്ന രീതിയിൽ തന്നെ പോലീസ് അവിടെ നിന്ന് മടങ്ങുന്നു. പക്ഷേ ഈ പെൺകുട്ടി മാത്രം ഇത്രയും ഒരു സംഭവം നടന്നിട്ടും അവർ അതിനോടൊന്നും പ്രതികരിക്കാതെ മാറിയിരിക്കുന്നത് കണ്ട ഒരു സംശയത്തിലേക്കാണ് പിന്നീട് പോലീസ് അവിടെ കേന്ദ്രീകരിച്ച് തന്നെ ഒരു അന്വേഷണം കാര്യമാക്കാൻ തന്നെ തീരുമാനിക്കുകയും മുറിക്കകത്തും എല്ലാം തന്നെ പരിശോധന നടത്തുകയും ചെയ്യുന്നു. യുവതിയുടെ മുറി അടക്കം തുറക്കുകയും ബാത്റൂം അടക്കം പരിശോധിക്കുകയും എല്ലാം ബ്ലഡ് സ്റ്റെയിൻസും കണ്ടെത്തുന്നത്. തുടർന്ന് അപ്പോൾ മാത്രമാണ് വീട്ടുകാർ അറിഞ്ഞത്, കുട്ടിയുടെ മാതാപിതാക്കൾ അറിഞ്ഞത് എന്നാണ് പറയുന്നത്. വലിയ കരച്ചിലോടെ അവർ ഈ ഇത്തരം കാര്യങ്ങൾ അവർ അറിയുകയായിരുന്നു എന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന ഇപ്പോഴുള്ള ഒരു വിവരങ്ങളെന്ന് പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് കുറച്ചുകൂടി ഒരു സ്ഥിരീകരണം മറ്റു പല കാര്യങ്ങളിലുമുണ്ട്. പ്രത്യേകിച്ച് അതിജീവിത എന്ന് പോലീസ് പറയുന്നു. ഇക്കാര്യത്തിൽ പെൺകുട്ടിയെ നിർബന്ധിച്ച ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയായിരുന്നു. പിന്നീടാണ് ഇത് സംഭവിക്കുന്നതെന്നെല്ലാം പറയുന്നു. അപ്പോൾ പെൺകുട്ടി നൽകിയിരിക്കുന്ന അത്തരം വിവരങ്ങൾ കൂടി പോലീസ് കുറച്ചുകൂടി പരിശോധിക്കുന്നുണ്ട്. പ്രാഥമികമായി നമുക്കറിയാവുന്നത് ഇവർ പറയുന്ന ഒരു യുവാവിനെ സോഷ്യൽ മീഡിയ വഴി, ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട യുവാവുമായുള്ളൊരു ബന്ധമാണ് ഈ രീതിയിലേക്ക് വന്നതെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, ഇവരുടെ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആ രീതിയിൽ ഇവർ പറയുന്ന രീതിയിലാണോ കാര്യങ്ങൾ, ഒരു അതിജീവിത എന്ന ലേബലിലേക്ക് അവർ പറയുന്ന കാര്യങ്ങളാണോ കൃത്യം എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിൽ പ്രാഥമികമായി യുവാവിൽ നിന്ന് വിവരം എടുത്തതായാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. തനിക്ക് ഈ കൃത്യത്തിലൊന്നും പങ്കില്ല, കുഞ്ഞിനെ ഇല്ലാതാക്കിയതിലൊന്നും തനിക്ക് പങ്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ കേസിൽ നിലവിൽ ഇപ്പോഴുള്ളത് ഇവർ എറണാകുളം ജനറൽ ആശുപത്രിയിലാണ്. അവർക്ക് വൈദ്യസഹായം മറ്റും ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം ചികിത്സയെല്ലാം തന്നെ പോലീസ് ഉറപ്പാക്കിയിട്ടുണ്ട്. പോലീസ് നിരീക്ഷണത്തിലും കാവലിലും തന്നെയാണ്. ഇവർ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് റിമാൻഡ് അടക്കമുള്ള നടപടികൾ വരേണ്ടതുണ്ട്. കാരണം 24 മണിക്കൂറാണ് ഇതിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാനുള്ളൊരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്താൽ മാത്രമാണ് ആശുപത്രിയിൽ നിന്ന് വിടുതൽ നൽകുക എന്നാണ്. എന്നിട്ട് കോടതിയിൽ
ഹാജരാക്കാനായിട്ട് സാധിക്കുക. പക്ഷേ അവരെ കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത കുറവാണ്. നിലവിൽ അവർ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് ഒരു പക്ഷേ മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ എത്തിയായിരിക്കും വിവരങ്ങൾ രേഖപ്പെടുത്തുകയും റിമാൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടാകുക. പോലീസ് ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. കുറച്ചുകൂടി കാര്യങ്ങൾ ഇവരിൽ നിന്ന് വിശദാംശങ്ങളടക്കം ലഭ്യമാക്കാണ്ട്. അതുകൊണ്ട് കസ്റ്റഡി അപേക്ഷയും പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ശരി, ഡാനി പോളാണ് വിശദവിവരങ്ങൾ നൽകിയത്.